നമസ്കാരം. കാനഡയിലെ ഈ ആഴ്ചയിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകളുമായി കാനഡ വീക്കിലി റൗണ്ടപ്പിലേക്ക് ഏവർക്കും സ്വാഗതം. കാനഡയും ഇന്ത്യയും തമ്മിലുള്ള ബന്ധം കൂടുതൽ ശക്തമാക്കാൻ പുതിയ നീക്കം. 2030 ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വ്യാപാരം ഇരട്ടിയാക്കാൻ പ്രധാനമന്ത്രി മാർക്ക് കാർണി ഇന്ത്യയുമായി പുതിയ കരാറുകളിൽ ഏർപ്പെട്ടു. ഒപ്പം കാനഡയിലെയും ഇന്ത്യയിലെയും സർവകലാശാലകൾ തമ്മിൽ 13 പുതിയ പങ്കാളിത്തങ്ങളും പ്രഖ്യാപിച്ചു. കാനഡ ലോകത്തെ ഏറ്റവും വലിയ LNG വിതരണക്കാരിൽ ഒന്നാകാൻ പോകുന്നുവെന്ന് ഊർജ്ജ മന്ത്രി പ്രഖ്യാപിച്ചു. ലോക വിപണിയിലേക്ക് കൂടുതൽ പ്രകൃതിവാതകം എത്തിക്കാനുള്ള നടപടികൾ വേഗത്തിലാക്കി. അമേരിക്കയും ഇസ്രയേലും ഇറാനിൽ നടത്തിയ മിസൈൽ ആക്രമണത്തെ തുടർന്ന് കാനഡയിൽ സുരക്ഷ കർശനമാക്കി. ടൊറന്റോ ഉൾപ്പെടെയുള്ള നഗരങ്ങളിലെ ആരാധനാലയങ്ങളിലും പൊതുസ്ഥലങ്ങളിലും പോലീസ് പട്രോളിംഗ് വർദ്ധിപ്പിച്ചു. എന്നാൽ ഈ യുദ്ധത്തിൽ കാനഡ സൈനികമായി പങ്കെടുക്കില്ലെന്ന് പ്രധാനമന്ത്രി മാർക്ക് കാർണി വ്യക്തമാക്കി. കാനഡയിലെ കർഷകർക്ക് ആശ്വാസമായി ചൈനയുടെ പുതിയ പ്രഖ്യാപനം. കാനഡയിൽ നിന്നുള്ള ചില കാർഷിക ഉൽപ്പന്നങ്ങളുടെ അധിക നികുതി മാർച്ച് 1 മുതൽ കുറയ്ക്കാൻ ചൈന തീരുമാനിച്ചു. ഇത് കനേഡിയൻ കാർഷിക മേഖലയ്ക്ക് വലിയ ഉണർവാണ് നൽകുക. കനേഡിയൻ പാസ്പോർട്ട് എടുക്കുന്നതിനും പുതുക്കുന്നതിനുമുള്ള നിരക്കുകൾ വർദ്ധിപ്പിക്കാൻ സർക്കാർ ഒരുങ്ങുന്നു. ഇത് സംബന്ധിച്ച ഔദ്യോഗിക വിവരങ്ങൾ ഉടൻ പുറത്തുവരും. ആൽബർട്ട സർക്കാർ തങ്ങളുടെ പുതിയ ബജറ്റ് അവതരിപ്പിച്ചു. വിദ്യാഭ്യാസത്തിനും ആരോഗ്യത്തിനും കൂടുതൽ പണം മാറ്റിവെച്ചെങ്കിലും പ്രോപ്പർട്ടി ടാക്സ് വർദ്ധിക്കുന്നത് സാധാരണക്കാർക്ക് തിരിച്ചടിയാകും. എഡ്മണ്ടൺ ഉൾപ്പെടെയുള്ള നഗരങ്ങളിൽ കുടുംബങ്ങളുടെ നികുതി ഭാരം കൂടും. സ്ത്രീകളുടെ ആരോഗ്യ സംരക്ഷണത്തിന് പ്രത്യേക ഊന്നൽ നൽകുന്ന നാഷണൽ ഫ്രെയിംവർക്ക് ഫോർ വിമൻസ് ഹെൽത്ത് ആക്ട് സെനറ്റിൽ 2ാം ഘട്ട ചർച്ചയിലേക്ക് കടന്നു. രോഗനിർണയത്തിലെ പിഴവുകൾ കുറയ്ക്കാൻ ഇത് സഹായിക്കും. എഡ്മണ്ടണിലെ ചരിത്രപ്രസിദ്ധമായ പഴയ റോയൽ ആൽബർട്ട മ്യൂസിയം പൊളിച്ചു നീക്കാൻ സർക്കാർ $30 ദശലക്ഷം അനുവദിച്ചു. എന്നാൽ പൈതൃക കെട്ടിടം സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ട വലിയ പ്രതിഷേധങ്ങളാണ് ഉയരുന്നത്. നോർത്ത് സ്ലേവ് മെറ്റിസ് വിഭാഗത്തിന്റെ അവകാശങ്ങൾ കനേഡിയൻ സർക്കാർ ഔദ്യോഗികമായി അംഗീകരിച്ചു. ഇത് ഗോത്രവർഗക്കാരുമായുള്ള അനുരഞ്ജന ചർച്ചകളിൽ വലിയൊരു നാഴികക്കല്ലായി മാറി. മിലാനോ കോർട്ടിനയിൽ നടന്ന ശൈത്യകാല ഒളിമ്പിക്സിൽ കാനഡ മികച്ച പ്രകടനം കാഴ്ചവെച്ചു. വനിതാ ഐസ് ഹോക്കിയിൽ കാനഡ വെള്ളി മെഡൽ നേടി. അമേരിക്കയുമായി നടന്ന ആവേശകരമായ ഫൈനലിൽ കാനഡ 2ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു. നേരിയ വ്യത്യാസത്തിൽ അമേരിക്കയോട് തോറ്റെങ്കിലും കാനഡയുടെ പോരാട്ട വീര്യം ലോകം മുഴുവൻ ചർച്ചയായി. ഇതോടെ ഈ ആഴ്ചത്തെ കാനഡ വീക്കിലി റൗണ്ടപ്പ് ഇവിടെ പൂർത്തിയാവുകയാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി കാനഡ വീക്കിലി റൗണ്ടപ്പിന്റെ മറ്റൊരു എപ്പിസോഡിലൂടെ നമുക്ക് അടുത്ത ആഴ്ച വീണ്ടും കാനഡയിലെ മലയാളി ശബ്ദം.